ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരിയായി എന്ന് തോന്നുന്നുണ്ടല്ലേ എൻ്റെ ഇൻട്രോ? എനിക്ക് ഇൻട്രോ ഒന്നും അങ്ങനെ പറയാൻ അറിയില്ല. അതിനെ സബ്സ്ക്രൈബ് ചെയ്യ് ഇതൊന്നും എനിക്ക് പറയാൻ അറിയുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. ഞാനിങ്ങനെ വീഡിയോസ് ഇടുന്നു, അത്രേ ഉള്ളൂ. കാണുന്നവർക്ക് അറിയാം എങ്ങനെയായിരിക്കും ഉള്ളത്. അപ്പോ ഇങ്ങനെയൊക്കെ എനിക്ക് പറയാൻ അറിയുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരു ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അൺബോക്സിങ് പറയാൻ പറ്റില്ല, ഞാൻ കുറച്ചൊക്കെ പൊട്ടിച്ച് നോക്കി. കാരണം ഒരു സംഭവം കൊറിയർ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിച്ച് നോക്കാണ്ട് സമാധാനം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊക്കെ പൊട്ടിച്ചു നോക്കി, എനിക്കില്ല. അപ്പോ ഞാൻ ഇന്ന് നമുക്ക് കൂടുതൽ സംസാരിച്ചുകൊണ്ട് ഇനി പുറത്തേക്ക് പോവാം. സോറി, സംസാരിച്ചുകൊണ്ട് നമുക്കിനി അൺബോക്സിംഗ് ഒക്കെ ചെയ്യാം. അപ്പോ ഞാൻ ഇന്ന് വാങ്ങിക്കും. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഷീൻ എന്നുള്ള ആപ്പിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അറിയില്ല. പിന്നെ ഞാൻ കൂടുതൽ വീഡിയോസ് നോക്കുമ്പോൾ ഷീനിന്റെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ റിവ്യൂ പറയുന്നത് വളരെ കുറച്ച് ആൾക്കാർക്ക് കാണുന്നുള്ളൂ. അങ്ങനെ അല്ലാതെ കുറെ ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് പൈസക്ക് ഒരു 500 രൂപ റേഞ്ചിൽ വരുന്ന രീതിയിൽ ഞാൻ കുഴപ്പമില്ലെന്ന് തോന്നുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇപ്പൊ എനിക്ക് ടീഷർട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഓവർ സൈസിലൊക്കെ നോക്കി വാങ്ങുന്നത് ഇപ്പൊ. അപ്പൊ XXL ഒക്കെ വരെ ഞാൻ നോക്കുന്നു. എനിക്ക് ലൂസ് ആയിട്ട് കിടക്കുന്ന ഡ്രസ്സസ് ആണ് ഇഷ്ടം. അപ്പം അങ്ങനത്തെ ഒക്കെ നോക്കിയിട്ട് ഞാൻ ഒരു 2 വാങ്ങി. അപ്പൊ നമുക്ക് ഇതാണ് സംഭവം വരുന്നത്. ഷീനി എന്നുള്ളതാണ്. ഇത് പൊട്ടിച്ച കാരണം കവറൊക്കെ ഇത്തിരി ഇതായിരിക്കും. 2 കളർ, ഒരു യെല്ലോ ഒരു പിങ്ക്. അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാന്നുള്ളതാണ്. കാണിച്ചു തരാം ഞാൻ എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. ഏറ്റവും നമുക്ക് ഈ ഡ്രസ്സ് നമുക്ക് നോക്കാം. അപ്പൊ നല്ല ഇതാണ് ആദ്യത്തെ ഷർട്ട്. ഷീന്നൊക്കെ എഴുതിയിട്ട് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല നല്ല കോട്ടൺ ആട്ടോ. നല്ല പിടിക്കുമ്പോൾ നല്ലൊരു ഇത് കോട്ടൺ ആണ്. നല്ല കുഴപ്പമില്ലാത്തൊരു തുണിയാട്ടോ. ഇത് ഇട്ടിട്ട് ഇനി നോക്കണം. നോക്കിയിട്ട് ഞാൻ പറയാം. ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം കേട്ടോ. ഇത് ഞാൻ എടുത്തേക്കണ സൈസ് എന്ന് പറയുന്നത് XXL ആണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം ലൂസായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അത് എനിക്ക് ലൂസായിട്ടുള്ള ഷർട്ടുകളാണ് ഇഷ്ടം, കൂടുതൽ ടീഷർട്ടുകളാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കി വാങ്ങിയതാണ്. പിന്നെ അടുത്തത് ഒരു പിങ്ക്. ഇത് ഒന്നും കൂടി സൈസ് കൂടുതലാണ്. ഇതെനിക്ക് നല്ല ഇങ്ങനത്തെ ഒരു ഇത് കുഴപ്പമില്ലാത്തതാട്ടോ. എനിക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഫോൺ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വെച്ചേക്കുന്നത്. അപ്പൊ അതിൻ്റെയൊക്കെ എടുക്കുമ്പോഴുള്ളത് ഉള്ളവർ ഇത്രയും ഇതിലൊക്കെ കാണുള്ളൂ. എല്ലാവരും ക്ഷമിക്കാം. പക്ഷെ 199 രൂപയ്ക്കാണ് ഈ ടീഷർട്ട് കിട്ടിയത്. പക്ഷെ എനിക്ക് നല്ല ക്വാളിറ്റി ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഇതെനിക്ക് ഇഷ്ടമായി. എന്തായാലും ഞാനിത് റിട്ടേൺ ഒന്നും ചെയ്യില്ല. അതെനിക്ക് ഇഷ്ടമായി. ഞാൻ എന്തായാലും ഇത് ഇട്ടിട്ട് കാണിച്ചു തരാം വീഡിയോസ് കേട്ടാ. ഞാൻ ഷോർട്സ് ഇടുന്നുണ്ടായിരിക്കും. ഇനി അടുത്തത് നോക്കാം. അപ്പൊ ഡ്രസ്സുകൾ ഇത്രയാണ് ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് മാല പൊട്ടിക്കാം. ഏത് വേണം? മാല വേണോ കമ്മല് വേണോ? ഏറ്റവും ഞാൻ ഈ ഒരു കമ്മല് നോക്കട്ടെ. ഇത് ഞാൻ കുറേ ആയിട്ട് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റാർ ഫിഷിന്റെ ഒരു കമ്മല് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ക്വാളിറ്റി വേണമെന്നുണ്ടായിരുന്നു. നോക്കി എന്തൊരു ഗ്ലേസിങ്ങാ. നല്ല അടിപൊളി സാധനം കേട്ടാ. വലുതൊന്നല്ല, ചെറുതാണ്. പക്ഷെ ഇട്ട് കഴിഞ്ഞൊരു ലുക്ക് ഉണ്ടായിരിക്കും. ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ വീഡിയോ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ക്ഷമിക്കണം. നിങ്ങൾ തന്നെ പറയാ. അയ്യോ സോറി, മണ്ടത്തരം. അയ്യോ, എനിക്ക് ഇതിൽ നോക്കി വെക്കുമ്പോ ഒന്നും അറിയണില്ല. എവിടെ ഹോട്ടലും നല്ല കുത്തുന്നു. ആ ആ തിട്ടപ്പന്റെ മുഖത്തൊരു ഞാൻ നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ഫാനൊക്കെ ഓഫ് ചെയ്തേക്കാണ്. എങ്ങനെയുണ്ട് ഇതിട്ടപ്പോ? എനിക്ക് ഇഷ്ടം. എനിക്ക് ഒരുപാട് വലിയ കമ്മലുകൾ ഇഷ്ടമാണ്. പക്ഷെ ഇത് എനിക്ക് ഇഷ്ടമായിട്ടോ. അതൊരു ഇട്ടപ്പോ എങ്ങനെയുണ്ട് ഇത്? ഞാൻ അങ്ങോട്ട് കാണിച്ചു, അടുത്ത് വന്ന് കാണിച്ചു. ഇത് നല്ലതാട്ടോ. ഇത് എത്ര രൂപ? ഇത് 149 റുപ്പീസ് ഉള്ളത്. ഇത്തിരി നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല ഗ്ലേസിംഗ് ഒക്കെ ഇട്ട് ഒരു ചെറിയ ഇങ്ങനെ നല്ല എന്ത് പഞ്ഞിയാ. എനിക്ക് ഇഷ്ടായി. നീ കമ്മൽ തന്നെ ഇടാം, ഞാൻ മാറ്റുന്നില്ല. ഇത് നന്നായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമായി. നിങ്ങൾ എന്തെങ്കിലും ഇത് വാങ്ങി വെക്കുക. ഷീനിന്ന് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഡൗട്ട് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ വാങ്ങിക്കോളൂ. ഇത് കുഴപ്പമില്ല.
എനിക്ക് അത് ഇനിയിപ്പോ വരും, അതുകൊണ്ട് ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ആണ് ചെയ്തത്. ഓൺലൈൻ പേയ്മെന്റ് ചെയ്തില്ല, ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ആണ് ചെയ്തത്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞിട്ട് നമുക്കത് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, സംഭവം വരുമോന്ന് അറിയണല്ലോ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ആയതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതില് വേറെ എക്സ്ട്രാ ചാർജ് ഒന്നും വേണ്ടി വന്നില്ല. അല്ലെങ്കിൽ ചിലവര് എക്സ്ട്രാ ചാർജുകളൊക്കെ ആഡ് ചെയ്യണതല്ലേ, ഇത് അതും വന്നില്ല. നമുക്ക് എത്ര കാർട്ടിലുള്ള പ്രൈസ് വന്നേക്കുന്നത് അത് തന്നെ നമ്മൾ പേ ചെയ്തത്. എനിക്കിഷ്ടായി എന്തായാലും. അടുത്തത് നമുക്കൊരു മാലയാവട്ടെ. ഒരു സ്റ്റാർ ഫിഷിന്റെ ഷേപ്പിലുള്ള ഒരു മാലയുണ്ട്, അത് വാങ്ങി അത് ഇട്ട് നോക്കാം. ഞാനിപ്പോ മാലയൊന്നും ഇട്ടിട്ടില്ല. അത്യാവശ്യം നല്ല നീട്ടുണ്ട്. നോക്കിയേ ഇതെങ്ങനെയാ നോക്കിയേ, ഇതും ഒരു സ്റ്റാർ ഫിഷ് വേറെ എന്തോ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ടോ? അങ്ങനെ നല്ല കുഞ്ഞിണ്ടല്ലേ. ഓക്കെ, ഇവിടെ വരെ ഉണ്ട് കേട്ടോ അതിന്റെ കുളത്ത്. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? നീട്ടം ഇതിൽ കിടക്കുന്നുണ്ട്. ഞാൻ മറച്ചിട്ട് ഗൈസ്. ഇത് കുഴപ്പമില്ല കേട്ടോ, എനിക്ക് ഇഷ്ടായി. ഇപ്പൊ എല്ലാവരും ഇങ്ങനത്തെ നൈസ് മാലകളല്ലേ ഇടുന്നത്, എനിക്കിഷ്ടായി. നിങ്ങൾക്ക് ഇഷ്ടായോ അത്? ഇതിന്റെ ക്വാളിറ്റി വൈസ് എനിക്ക് ഇഷ്ടമായി. ഒരു ഗോൾഡൻ കളർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇടിവിട്ട് കളറായിട്ടല്ല നിൽക്കുന്നത്, നല്ല ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരുങ്ങിട്ട് പോകണ വരെ കാണുക, ഇതെന്തായാലും ഇഷ്ടാവും. കൊള്ളാലോ, ഇത് എനിക്ക് ഇഷ്ടായിട്ടോ. ഇത് കുഴപ്പമില്ല കേട്ടോ, ഇത് നന്നായിട്ടുണ്ട്. വെച്ചിട്ട് ഇനി അയക്കാൻ എനിക്ക് മടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് കാണിക്കുന്നത്. ഇതപ്പോ നന്നായിട്ടുണ്ട്. അടുത്ത് നമുക്ക് അഗൈൻ ഒരു മാല തന്നെ നോക്കാം. ഇത് ഞാൻ കുറെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ, പക്ഷെ നല്ല റേറ്റ് ഉണ്ട് ആക്ച്വലി. പക്ഷെ ഇതെനിക്ക് നല്ല റേറ്റ് വരും. എനിക്ക് ഇങ്ങനത്തെ ഒരു എന്താ ഒരു റെഡും ഗ്രീനൊക്കെ ഇപ്പൊ ഒരു ട്രെൻഡ് അല്ലേ, റെഡും ഗ്രീനും ഇങ്ങനെ കൂടെ വന്നിട്ട് ഇത് അതുപോലത്തെ ഒരു മാല കേട്ടാ. ഇങ്ങനെ ഹായ്, ഒരു എന്തോ കഴുത്തിലുണ്ടെന്നുള്ളൊരു ഇത് വരുന്നില്ലേ, എന്താ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് എനിക്കിടുമ്പോ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ളതായിരുന്നു എനിക്ക്. നല്ല ഭംഗിയുണ്ട് കേട്ടത്. ഇത് നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു ബോള്, നല്ല സോഫ്റ്റ്. ഇത് സൂപ്പറാണ് കേട്ടോ, എനിക്ക് ഇഷ്ടായി. അടിപൊളി. ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടായിട്ടോ. എനിക്ക് ഷീനി എന്നുള്ളത് ഇഷ്ടായിട്ടോ. ഞാൻ ഇനി പർച്ചേസ് ചെയ്യും, കാരണം എനിക്ക് ഇഷ്ടായി. കാരണം ഇത്ര റേറ്റ് കുറവില് കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് ഒരു തരക്കേടില്ലാത്തൊരു റേറ്റിലാണ് കിട്ടുന്നത്. ഇതൊക്കെ നമ്മൾ ചിലപ്പോ വേറെ സ്ഥലത്തു നിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് നല്ല റേറ്റ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഞാൻ അതുപോലത്തെ നോക്കിയപ്പോ നല്ല റേറ്റ് ഉണ്ട്, പക്ഷെ ഇതെനിക്ക് ഇഷ്ടായി. ഒരു കഴുത്തിലെന്തോ ഇതുണ്ട് എന്നാ അത്ര ഹെവി അല്ല, നല്ല സിമ്പിൾ ഒരു മാല. എനിക്ക് ഇഷ്ടായിട്ടായി ലോക്കറ്റ്, എനിക്ക് ഇഷ്ടായി. റിയലി ഐ ലവ് ഇറ്റ്. ഭയങ്കര സന്തോഷം. എന്റെ മുഖത്തെ ചിരി എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടെന്ന്. ഇത് എന്തെങ്കിലും നന്നായിട്ടാ. നിങ്ങൾ ഷീനിൽ നോക്കി കഴിഞ്ഞാൽ ഇത് കിട്ടുട്ടാ. ഇത് അടിപൊളി മാല, അത്യാവശ്യം ലെങ്ത്തിൽ വേണമെങ്കിൽ ഇടാം. എങ്ങനെയായാലും ഓവർ ലെങ്ത് അല്ല, എന്നാ ഒരുപാട് കുടുങ്ങിയും കിടക്കുന്നില്ല. നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ലെങ്ത്. ഇഷ്ടായി. ഓക്കെ, എന്ത് ക്യൂട്ടാലേ, ക്യൂട്ട്. എനിക്ക് കാണുമ്പോ നല്ല ഭംഗിയായി. ഓ, ഈ ബോൾസ് ഒക്കെ എന്ത് എന്ത് ഷൈനിങ്ങാ. അയ്യോ, ഇത് ഞാൻ പറയട്ടെ, നമ്മള് ഇതില് മത്താപ്പില്ലേ, മത്താപ്പ് പണ്ടൊക്കെ വാങ്ങുമ്പോ നല്ല ഫിനിഷിങ്ങിൽ ഇതുപോലെ ഇങ്ങനെ കൊടുക്കും. ചെറീസ് ആണെന്ന് തോന്നുന്നത്, പക്ഷെ അത് മത്താപ്പിന്റെ പോലെ എനിക്ക് തോന്നുന്നു. അതിങ്ങനെ കത്തിക്കുമ്പോ കത്തണ സംഭവമില്ലേ,
അത് നല്ല ഭംഗിയുണ്ട്. അയ്യോ എന്ത് ക്യൂട്ടാണ്. ഹായ് നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഈ കമ്മൽ, എനിക്ക് ഇഷ്ടായി. ഓ അടിപൊളിയാണ്. എനിക്ക് കമ്മല് ഇത് നല്ലൊരു അടിപൊളി കേട്ടോ, എനിക്ക് ഇഷ്ടായി. ഇതെന്തേലും ഇത് രണ്ടും പെയർ ചെയ്തിടാൻ നല്ല ഭംഗിയുണ്ട്. സൂപ്പർ. കൊള്ളാലേ ഇത്. നിങ്ങളിത് വാങ്ങിക്കോട്ടെ, നിങ്ങൾ ഷീനിന്ന് ഇതുപോലത്തെ കമ്മല് മാല സംഭവങ്ങളൊക്കെ ആണെങ്കിൽ വാങ്ങിക്കോ. ഇത് അടിപൊളിയാണ്, എനിക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്, എനിക്ക് ഇഷ്ടമായി ഇത്. ജസ്റ്റ് 149 റുപ്പീസിനത് 199 രൂപയ്ക്കൊക്കെ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് നല്ല വർത്ത് തന്നെയാണ്. അപ്പൊ വാങ്ങിക്കോളൂ ഇത് ഉണ്ടെങ്കിൽ. ഇത് കണ്ണടച്ച് വാങ്ങാം, കാരണം എനിക്ക് കിട്ടിയേക്കുന്നത് അടിപൊളി ക്വാളിറ്റിയിൽ എനിക്ക് കിട്ടിയേക്കുന്നത്. ഞാൻ എങ്ങനെയാണ് ഉദ്ദേശിച്ചത്, ഞാൻ ഇങ്ങനെ വാങ്ങുമ്പോൾ ഞാൻ അത്ര അങ്ങോട്ട് എക്സ്പെക്ട് ചെയ്യില്ല. ഓൺലൈൻ വാങ്ങുമ്പോൾ ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ലായിരിക്കും, ഒരു ക്വാളിറ്റി കുറവായിരിക്കും എന്നാണ് ഞാൻ എപ്പോഴും എക്സ്പെക്ട് ചെയ്യാറുള്ളത്. പക്ഷേ ഇത് ഇത് ഞാൻ ഉദ്ദേശിച്ച ക്വാളിറ്റിനേക്കാളും നല്ല അടിപൊളി തന്നെയാണ് കേട്ടത്. ഇത് ഇതിന്റെ ക്വാളിറ്റി 10-ൽ 10ആണ്. സൂപ്പർ, എനിക്ക് ഇഷ്ടമായി അതെന്തായാലും. എന്ത് ഭംഗി കാണാൻ. അപ്പൊ നിങ്ങൾക്ക് ഇതില് ഏത് കമ്മലാണ് ഇഷ്ടായത്, ഏത് മാലയാണ് ഇഷ്ടായെന്ന് പറഞ്ഞേക്കിട്ടാ. ഇത് ഒരു 200-250 റേഞ്ചിന്റെ അടുത്ത് നമുക്ക് എന്തായാലും ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ ഇതൊക്കെ വാങ്ങുമ്പോ ഒക്കെ. ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യണമെന്നാണെങ്കിലും ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴും ഉണ്ട്. ഇപ്പൊ ഞാൻ വാങ്ങി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ വീണ്ടും നോക്കി, അപ്പോഴും 200 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോ എന്തായാലും നല്ലൊരു ആപ്പ് തന്നെയാണ്. അപ്പൊ ഞാൻ ഇനി എനിക്ക് വിശ്വസിച്ച് വാങ്ങാന്നുള്ള ഒരു ഇതായി. എനിക്ക് ഏറ്റവും ആദ്യം എങ്ങനെയായിരിക്കും, അപ്പൊ ഞാൻ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് വാങ്ങിയിട്ട് ഇത് എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്തായാലും ഒരു ഹോള് ചെയ്യാന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വലിയ ഹോൾ എന്ന് പറഞ്ഞിട്ടൊന്നല്ല ഇത്, പക്ഷെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം, 2-3 സാധനങ്ങൾ വാങ്ങിയിട്ടുള്ള ഒരു ഹോള് മാത്രമാണിത്. അല്ലാതെ വലിയൊരു ഹോൾ എന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്യണം, കുറെ ഒന്നും വാങ്ങാനുള്ളതൊന്നും ഇല്ല. ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ അങ്ങനെ ചെയ്ത ഒരു വീഡിയോ ആണിത്. അപ്പോ ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയൂ. ഇനി ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ചെയ്യാം. നല്ല വീഡിയോ ഞാൻ വാങ്ങുമ്പോ എനിക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെന്താ ബെൽ ബട്ടണൊക്കെ അടിക്കുക, പിന്നെ ഷെയർ ചെയ്യുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ പറ്റിയെങ്കിൽ അയച്ചു കൊടുത്തോളൂ. ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് പറഞ്ഞോളൂ, ചുമ്മാ കണ്ടോളൂ, അങ്ങനെയൊക്കെ ലൈക്കൊക്കെ ചെയ്തോളൂ കേട്ടോ. അങ്ങനെ എനിക്ക് അറിയില്ലെന്ന് പറയാൻ, അല്ലെങ്കിൽ ഞാൻ കറക്റ്റ് ആ രീതിയിൽ പറഞ്ഞു. ഇപ്പൊ ഞാൻ എങ്ങനെ വീട്ടിൽ സംസാരിക്കണം അതേപോലെ തന്നെ ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് കൂടുതൽ ഇതിനും മേലെ എനിക്ക് അറിയില്ല എങ്ങനെ സംസാരിക്കേണ്ടത്. ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാളും ഇതാണ്, എന്നെ അറിയുന്നവർക്കൊക്കെ എന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാവുന്നതാണ്. പക്ഷെ ഞാനിതിൽ ഇത്തിരി ഒരു ഒതുക്കത്തിൽ സംസാരിക്കാൻ നോക്കുന്നതാണ്. പക്ഷെ ഇത്രയൊക്കെ എനിക്ക് ഒതുക്കം കാണിക്കാൻ പറ്റുള്ളൂ. ഇതിന് മേലെ എനിക്ക് ഒതുക്കം കാണിക്കാൻ എനിക്ക് അറിയില്ല. വാങ്ങി നോക്കിയിട്ട് നിങ്ങളും പറയും എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് കിട്ടിയ പ്രൊഡക്റ്റുകളൊക്കെ എങ്ങനെയുണ്ട്, ഇതിനു മുന്നേ വാങ്ങിയിട്ടുണ്ടോ, വാങ്ങിയപ്പോ എങ്ങനെയാണ്, നല്ല നല്ല പ്രൊഡക്റ്റുകൾ കിട്ടുന്നുണ്ടോ, അതൊക്കെ നിങ്ങളും പറയൂട്ടോ. അപ്പൊ നമുക്ക് കമന്റ് ബോക്സിൽ കമന്റ് ഇടാൻ ഞാൻ അതിന് റിപ്ലൈ ഒക്കെ തരുന്നതായിരിക്കും. എനിക്കും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ. ഇപ്പോ എനിക്ക് ഷിൻ വാങ്ങണോ അങ്ങനെ കുറെ വിചാരിച്ച് അങ്ങനെ ഇരിക്കായിരുന്നു. വാങ്ങണ്ടേ ഇങ്ങനെ വിചാരിച്ചിരിക്കായിരുന്നു. പക്ഷെ പിന്നെ എന്തെങ്കിലും ആവട്ടെ, 500 രൂപയ്ക്ക് ഞാൻ അത് എന്തായാലും വാങ്ങുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കൂടുതൽ ഞാൻ എടുത്തില്ല, കാരണം എനിക്ക് അറിയില്ലല്ലോ ഇത് എങ്ങനെയായിരിക്കും. ആൾക്കാര് റിവ്യൂ കുറച്ചൊക്കെ കാണുന്നുണ്ടെങ്കിൽ എനിക്കൊരു വിശ്വാസം അങ്ങോട്ട് ഫുള്ള് കിട്ടുന്നില്ല. ഞാൻ മലയാളം റിവ്യൂസ് കൂടുതൽ നോക്കിയത്, അപ്പൊ മലയാളം റിവ്യൂസ് വളരെ കുറച്ചൊക്കെ കാണുന്നുള്ളൂ. അങ്ങനെ അറിയില്ല, ഇനിയിപ്പോ എനിക്ക് എന്റെ കണ്ണിൽ പെടാത്തതാണോ എന്ന് അറിയില്ല. പക്ഷെ എനിക്ക് എന്തായാലും പർച്ചേസ് ചെയ്തിട്ട് നല്ല ഇത് തന്നെയാണ്. ഇനി നിങ്ങൾ വാങ്ങിയിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി പറയൂട്ടോ. അപ്പോ ചാനല് എല്ലാവരും കാണാം. പറ്റുന്ന നിങ്ങൾ സജഷൻസ് പറഞ്ഞോളൂ. എങ്ങനെയും വീഡിയോസ് ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതുപോലത്തെ വീഡിയോസ് ചെയ്യാൻ നോക്കാം. എനിക്ക് കഴിയുന്നത് പോലെ ഞാൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയൂ എന്തായാലും. അപ്പോൾ എനിക്ക് ഒരു സന്തോഷമായിരിക്കും അത് കേട്ട് കഴിയുമ്പോൾ. ചെയ്യുന്ന കാര്യത്തിലൊരു ഇതുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് കൂടുതൽ അങ്ങനെ എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയുന്നില്ല സത്യം പറഞ്ഞു. 2 ഡ്രസ്സ് ഇട്ടിട്ടുള്ള റിവ്യൂ ഞാൻ ചെയ്യാട്ടോ. ഇതിട്ടിട്ട് ഞാൻ റിവ്യൂ ചെയ്യുന്നുണ്ട്. റിവ്യൂ മീൻസ് ഞാൻ അതിന്റെ വീഡിയോ ചെയ്യുന്നുണ്ട്, ഷോർട്സ് എന്തെങ്കിലും കാണാട്ടെ ഇത് ഇട്ടിട്ട്. അപ്പോ ഇതാണ് കമ്മലും മാലയും ഇത്രയേ ഉള്ളൂ. അപ്പോ ഇനി കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല.
ടാറ്റാ, ബൈ ബൈ, ലവ് യു.